നോബിള് ഡയറക്റ്റ് ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി അവൻ എഴുതിയ സ്ക്രിപ്റ്റാണ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ മൈൻഡിൽ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ സിനിമയെന്ന് ഈസിലി ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ ഇത് എടുത്തു വെക്കാൻ പാടില്ല. നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് അവരുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കണം, നമ്മളെ എനൗൺസിയേറ്റ് ചെയ്തിട്ട് സംസാരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും പറയണമെങ്കിൽ നോ വി ക്യാൻ ഗോ ഫ്രം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആറൊക്കെ നമ്മൾ കേൾപ്പിച്ചാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ആ വെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ആവശ്യത്തിന് വെറ്റ്നസ് ആയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയും, ഇനി ഒരു 10 മിനിറ്റും കൂടെ പെയ്തിട്ടൊന്ന് നിർത്തിത്താ, ഞാനൊന്ന് ഷൂട്ട് ചെയ്യട്ടെ. ഞാൻ ഇങ്ങനെ തന്നെ വർത്താനം പറയാറുണ്ട്, എനിക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ നിർത്തിത്തരും. ഈ സിനിമ എന്താ ധ്യാൻ ചേട്ടനെ ഇറക്കാൻ വലിയ വിഷമമുള്ള ആൾക്കാർക്ക് ഇതിലോ എന്നിട്ട് വേണം അവൻ ചെന്ന് കഥ പറയാനല്ലേ. ത്രില്ലറിന്റെ കഥയൊക്കെ പറഞ്ഞ ആലോചിച്ചൊക്കെ. റൂമിന്റെ ഉള്ളിലെ വീട്ടിന്റെ ഉള്ളില് റൈറ്റേഴ്സ് റൂമാണല്ലോ താങ്കൾ. ആ റൂമിൽ വീട്ടിനുള്ളിൽ സത്യം കയ്യെത്ര ദൂരത്ത് ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഏതൊക്കെ? എന്റെ എഴുത്ത് എന്നൊക്കെ പറയുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു സ്ഥിരം സ്പേസ് ഒന്നുമില്ല. ഹലോ എവറിബഡി, സ്കൈലാൻഡ് അഡ്രസ് പ്രസൻസ് FTQ വിത്ത് മീ. ഞാൻ രേഖ മേനൻ. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന ആള്, ചില ആൾക്കാരുണ്ടല്ലോ നമ്മുടെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ലൈറ്റ്, ഒരു പ്രകാശം പരത്താന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആൾക്കാരാണ്. എൻ്റെ കൂടെ ഇന്നിരിക്കുന്ന ആള് ഒരു കംപ്ലീറ്റ് സോളാർ പാനൽ തന്നെയാണ്. ഇത്രയും പോസിറ്റിവിറ്റി ആൻഡ് എനർജി വിനീത് ശ്രീനിവാസൻ. താങ്ക് യു ചേച്ചി. പ്രകാശം പരത്തുന്നു. രണ്ടുപേരും അതെ, അത് അങ്ങനെ പ്രകാശം പരത്താലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഒരു വൈറ്റ് ഉണ്ടല്ലോ. അതെ. അപ്പോ താങ്കൾ എന്താ പറയാ, കളം മാറ്റി ചവിട്ടി കരങ്ങളിൽ നിൽക്കുകയാണ് അല്ലെ? അതെ. അപ്പൊ സത്യമായിട്ടും പറഞ്ഞാൽ ഒരു ആദ്യത്തെ ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ അതിൽ ഡയറക്ടർ ഓഫ് തിര എന്നായിരുന്നു. വേറെ സിനിമകളെ പറ്റിയൊന്നും വിശേഷം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഡയറക്ടർ ഓഫ് തിര എന്ന് പറഞ്ഞ ശേഷം നേരെ ഇങ്ങനൊരു സാധനമാണ് ഞാൻ മറ്റേ പ്രീ റിലീസ് ട്രെയിലർ കണ്ടപ്പോഴും തോന്നി. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ജോണറിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോ ഈ കരം മനസ്സിലേക്ക് കയറാനായിട്ട് എന്തായിരുന്നു അതിന്റെ ഒരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോബിള് ഡയറക്റ്റ് ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി അവൻ എഴുതിയ സ്ക്രിപ്റ്റാണ്. അപ്പൊ ഇത് 2023 ആ സമയത്താണ് ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. അപ്പൊ പല ഡ്രാഫ്റ്റായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഇത് അവനിങ്ങനെ പല പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തും ആ സമയത്ത് പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ പടമില്ലേ മിലി എന്ന് പറയുന്ന സിനിമ, ഹെലന്റെ ഹിന്ദി, അത് കംപ്ലീറ്റ് ചെയ്ത് വന്നതിന് ശേഷമാണ് അവൻ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് ആൾക്കാരുടെ അടുത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാനിത് കേട്ട സമയത്ത് ഞാനും ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രീയിൽ നിൽക്കുന്ന ടൈമാണ്. അപ്പൊ ഓക്കെ, വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫീൽ ഗുഡ് ഒന്ന് മാറ്റിയിട്ട് ഒരു ത്രില്ലർ ചെയ്യണമെന്ന് എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു. ജോണർ ഷിഫ്റ്റ് ചെയ്യണമെന്നൊരു മൈൻഡിലുണ്ടായിരുന്നു. അപ്പൊ നോബിളിനോട് ചോദിച്ചു, എനിക്ക് 1 വർഷം വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആ സമയത്ത് ഞാൻ ചോദിച്ചതാ, എനിക്ക് വർഷങ്ങൾക്ക് ശേഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ത്രില്ലർ ചെയ്യണമെന്നുണ്ട്, നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ 1 കൊല്ലം വെയിറ്റ് ചെയ്യുമെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, നീ ചെയ്യുകയാണെങ്കിൽ ഞാൻ 1 കൊല്ലം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതാണ് ചെന്നൈയിൽ നിന്ന് അദ്ദേഹം കൊച്ചിയിൽ ലാൻഡ് ചെയ്തപ്പോൾ അത്രയും മനസ്സിലേക്ക് അത് കയറിയതോ, ഇത് ഇവനാണ് ചെയ്യാൻ പോണേന്നുള്ളത്. അപ്പൊ പക്ഷെ ഇത് എന്താ പറയാ, എല്ലാം കംപ്ലീറ്റ്ലി മാറിയതാണ്. എന്താ വെച്ചെങ്കിൽ ജോർജിയ, പിന്നെ ഷിംല, പിന്നെ ഐ തിങ്ക് കേരളത്തിലെ 1 ദിവസം മാത്രം അല്ലെ, ഒറ്റ ദിവസം മാത്രം. അപ്പൊ കംപ്ലീറ്റ്ലി വേറൊരു രാജ്യത്തെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. താങ്കളുടെ സ്വതസിദ്ധമായിട്ടുള്ള ആൾക്കാരിൽ ആകെ എനിക്ക് തോന്നുന്നു വിശാഖ് സുബ്രഹ്മണ്യം മാത്രമേ കൂടെ ഉള്ളൂ. പിന്നെ ജോമോൻ ഫ്രം ജേക്കബിന്റെ രാജ്യം, വിശാഖ് ഉണ്ട്, പിന്നെ നമ്മുടെ ബിഹൈൻഡ് ADs എല്ലാവരും കൂടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ടഫായിരുന്നു. ഒന്ന് ഈ ഭൂഖണ്ഡം കടന്ന് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ചാലഞ്ചസ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പം ജേക്കബ് ചെയ്യുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ ദുബായ് ആണ്, അത് കേരളം പോലെയാണ്. ഷാർജയൊക്കെ പോയി കഴിഞ്ഞാൽ അത് കേരളമാണ്. അപ്പൊ നമുക്ക് ആൾക്കാരുടെ സഹകരണം ഉണ്ട്. ഒരുപാട് ആൾക്കാർ നമുക്കിപ്പോ അപ്പാർട്ട്മെന്റിലൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അവരുടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്തെന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് സഹകരിക്കുന്ന, ഏത് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് കാര്യം ചെയ്യണം എന്ന് വെച്ചാലും നമ്മുടെ ആൾക്കാർ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഒരു ഫോറിൻ കൺട്രിയിൽ പോയി ഷൂട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ജേക്കബ് തോന്നിയിട്ടേ ഇല്ല. പക്ഷെ ഇത് ശരിക്കും നമുക്ക് ഓക്കെ, ഇത് നമ്മുടെ സ്പേസ് അല്ല എന്നുള്ളത് ശരിക്കും ഫീൽ ചെയ്തു. മാത്രമല്ല അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ ക്രൂവിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അവരുടെ വർക്കിംഗ് സിസ്റ്റം തന്നെ വേറെയാണ്. നമുക്കൊരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ചാർട്ട് തീരുന്നവരെ നമ്മൾ ഷൂട്ട് ചെയ്യും. ഇവിടെ 5 മണിയാകുമ്പോൾ തീരും. ഇവിടെ 12 മണിക്കൂറിന്റെ അപ്പുറത്ത്, 12 മണിക്കൂർ എന്ന് പറയുന്നത് എല്ലാ ബ്രേക്സും ഉൾപ്പെടെയാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇൻ ബിറ്റ്വീൻ
ചായ ഇതൊക്കെ അടക്കമാണ് 12 മണിക്കൂർ. അപ്പൊ ആ 12 മണിക്കൂറിൽ പ്രൊഡക്റ്റീവ് അവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ലിമിറ്റഡാണ്. അത് നമ്മൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് വളരെ നോക്കുന്നവരാണ്. നമ്മൾ 9 to 9 അങ്ങനെ ഇത് 9 to 5 ജോലി പോലെ ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. എനിക്കൊക്കെ ബംഗാളി പണിയാണ് എപ്പോഴും. അപ്പോൾ നമുക്കത് ഓക്കെയാണ് ചേച്ചി. ഞാനൊക്കെ അങ്ങനെ ജോലി ചെയ്ത് ശീലിച്ചാണ്. അപ്പൊ എനിക്കത് ഓക്കെയാണ്. ഏർലി മോർണിംഗ് തൊട്ട് രാത്രി വരെ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് സ്ട്രെസ് ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ പക്ഷെ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് പറ്റില്ല. അപ്പൊ അവരുടെ സ്കെഡ്യൂളിനകത്തേക്ക് നമ്മളെ ഇടണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. ഒരു സാധനം പോലും നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റില്ല. ഷോട്ട് ബൈ ഷോട്ട് നമ്മൾ എടുക്കുന്നത് നമ്മൾ തീരുമാനിച്ചിരിക്കണം. എന്തെങ്കിലും ഒരു റിക്വയർമെന്റ് ലാസ്റ്റ് മിനിറ്റിൽ വന്നാൽ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്ലാനിങ് ഉണ്ടല്ലോ, അത് അത്രയും പക്കയായിരിക്കണം. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് 2 ദിവസം മുമ്പ് നമ്മൾ അറിയും വെതർ ഫോർകാസ്റ്റ്, സൂര്യനില്ല, അടുത്ത ദിവസം മഴയാണ്, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പ്ലാനിങ് മൊത്തം മാറി. അപ്പൊ ഇതാണ് ഈ ജോർജിയയുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിപ്പിലെ ക്ലൈമറ്റ് മാറും. ഒരു ദിവസം മഴയാണെങ്കിൽ അതേ ലൊക്കേഷനിൽ അടുത്ത ദിവസം ഭയങ്കര വെയിലായിരിക്കും, അടുത്ത ദിവസം ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ നമുക്കിത് സത്യം. അതെ. അപ്പൊ അങ്ങനെ അതൊരു ഭയങ്കര ചാലഞ്ചാണ്. നമ്മുടെ ആൾക്കാർ ആണെങ്കിലും കുറേ ദിവസം വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോൾ, ഇപ്പൊ ദുബായിലൊന്നും പോയി നിൽക്കുന്ന പോലെയല്ലല്ലോ. അവര് വീട് മിസ് ചെയ്യാൻ തുടങ്ങും, നാട് മിസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ ആൾക്കാർ എന്താ പറയാ റെസ്റ്റ്ലെസ് ആവാൻ തുടങ്ങും. അപ്പൊ അവരുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും നമ്മള് എല്ലാം പ്രൊഡ്യൂസറും ഡയറക്ടറും ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഇതെല്ലാം വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ. അതുകൊണ്ടാണോ ഒരു ദിവസം 132 ഷോട്ട് എടുത്തത്? ഇതൊക്കെ പറഞ്ഞു. ശരിയല്ലേ? അല്ലല്ല, എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു. 26 സിനിമകൾ ഷൂട്ട് ചെയ്ത ജോമോൻ ടി ജോൺ എന്നോട് പറഞ്ഞു, ജോമോൻ താങ്ക് യു. അതായത് 132 ഷോട്ട്. ഞാനൊരു 90 വരെയൊക്കെ പോയിട്ടുണ്ട് രേഖ, പക്ഷെ 132 വിനീതിന്റെ കൂടെയാണ്. അത് നല്ല കാര്യല്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ആക്ച്വലി എന്താ പറയാ, അത്രയും എല്ലാവരും ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളതാണ്. ഭയങ്കര അത് അങ്ങനെ റെക്കോർഡാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ കൂടുതലായിട്ടും ഓക്കെ. അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങളത് 4 ദിവസം ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. അപ്പോ മഴ കാരണം നമുക്ക് ക്ലൈമറ്റിന്റെ ഒരു ഇഷ്യൂ കാരണം അത് 3 ദിവസമായിട്ട് ചുരുങ്ങി. 3 ദിവസമായിട്ട് ചുരുങ്ങി. അതില് ഹാഫ് ഡേ ഞങ്ങൾക്ക് അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 30 ഡേയ്സിന്റെ വീസ ഇത് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഷൂട്ടിന്റെ ഇൻ ബിറ്റ്വീൻ പോയിട്ട് ഏതെങ്കിലും ഒരു ദിവസം വീസ എക്സ്റ്റൻഷന് അപ്ലൈ ചെയ്യണം. ആ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അലോട്ട് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഷൂട്ടിന്റെ ഇടയിലായിരുന്നു. അപ്പോൾ ഒരു ഹാഫ് ഡേ ക്രൂ മൊത്തം പോയിട്ട് അവിടെ വീസ എക്സ്റ്റൻഷൻ ചെയ്യണം. അപ്പൊ 2.5 ദിവസം മാത്രമേ ഇത് ഷൂട്ട് ചെയ്യാൻ നമുക്കുള്ളൂ. അപ്പോൾ അത്രയധികം റിക്വയർമെന്റ്സ് മാറ്റി ഉള്ള ഡേയ്സും കൂടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ ലിമിറ്റഡ് ടൈമിൽ ചെയ്യാന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് തിങ്. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ പിന്നിടുന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. പക്ഷെ എന്നിരുന്നാലും ഒരു കഥ എഴുതിയിട്ടേ ഇത് താങ്കൾ പ്രൊഡ്യൂസും കൂടി ചെയ്യാൻ തീരുമാനിച്ചു, താങ്കളും വിശാഖും കൂടി. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആദ്യം ഡയറക്ടർ പ്രൊഡ്യൂസർ ആയിരുന്നു, ഇപ്പൊ ബിക്കംസ് പ്രൊഡ്യൂസർ ഡയറക്ടർ എന്നുള്ള റിലേഷൻഷിപ്പിൽ എത്തിയപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളം മാറി ചവിട്ടുന്ന ഒരു കാര്യം നിങ്ങൾ ഓക്കെ ഫൈൻ, ഇത് എല്ലാം കൂടി ഈ പറയുന്ന പല ഭൂഖണ്ഡങ്ങളിലും ഷൂട്ട് ചെയ്യുക അവനോന് പരിചയ തട്ടമല്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് മനസ്സിൽ പാകപ്പെടുത്തിയിരുന്നു. കാരണം തിര ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം കുറച്ച് ഫീൽ ഗുഡ് പടങ്ങൾ ചെയ്തിട്ട് പിന്നെ മുന്നോട്ട് ഇങ്ങനെ ഒരു ഔട്ട്റൈറ്റ് ആക്ഷൻ ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് ഔട്ട്റൈറ്റ് ആക്ഷൻ അല്ല. ആ രീതിയിലാണ് എല്ലാവരും എന്താ പറയാ കരുത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ആക്ച്വലി ത്രില്ലറാണ് ചേച്ചി. ത്രില്ലറിൽ അവിടെ ഇവിടെയും ഇച്ചിരി ആക്ഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ആക്ഷൻ ഫിലിം അല്ല. ധ്യാനൊക്കെ എവിടെയൊക്കെയോ കയറിയിട്ട് ഇത് ആക്ഷൻ ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ഷൻ ഫിലിം അല്ല, ഇത് ത്രില്ലറാണ്. പക്ഷെ അല്പ സ്വല്പം ആക്ഷൻ ഉണ്ട് അവിടെ ഇവിടെ. അപ്പൊ ഈ സിനിമയില് ഏറ്റവും വലിയ ഫോർട്ടെ വിനീതിന്റെ ഇമോഷണൽ ട്രാക്ക് ആൻഡ് കോമഡി ട്രാക്ക് ആണ്. സംടൈംസ് ഇതിൽ അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു ലെവൽ ഇത്രയും കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുമ്പോൾ യു ഹാവ് ടു ബ്രിങ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് ഇമോഷൻ, അല്ലെങ്കിൽ ആ ഒരു കോമിക് ഒരു ഇത് കൊടുക്കണം തോന്നിയിട്ടായിരുന്നു? അതിനെ പറ്റിയിട്ട് ഞാൻ റിലീസിന് മുമ്പ് പറയുന്നത് ശരിയല്ല. നമുക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന മൈൻഡിൽ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്റെ സിനിമയെന്ന് ഈസിലി ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ ഇത് എടുത്തു വെക്കാൻ പാടില്ല. ഇതൊരു കാണുമ്പോൾ ഒരു പുതിയ കാഴ്ചയായിരിക്കണം എന്നുള്ളൊരു എനിക്ക് രണ്ടിതിൽ കണ്ടപ്പോൾ എനിക്ക് പാട്ട് കണ്ടപ്പോഴും ഷോർട്ട് ഡിവിഷൻ ഒക്കെ ആണെങ്കിലും ഫസ്റ്റ് തോട്ടിൽ വരുന്ന നമ്മുടെ ഒരു കംഫർട്ട് ഷോർട്ട് ഡിവിഷൻ ഉണ്ടല്ലോ,
അതൊക്കെ വിട്ടിട്ട് ആ. ഓക്കെ ഇത് ഈ ജോണറിന് പറ്റുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് ആ. ആലോചിച്ചാണ് അത് അതെ ഈ എന്താ പറയാ ജോർജിയക്കാർക്ക് നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതെ അതെല്ലാം ചെയ്തിട്ട് നമ്മള് അതെ സെറ്റിലേക്ക് 46 ദിവസം ഷൂട്ട് ചെയ്തു അല്ലേ? എനിക്ക് കറക്റ്റ് നമ്പർ ഓഫ് ഡേയ്സ് ആ. ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം 46 is what I heard. ഓക്കെ അതെനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മറ്റേ ആക്ഷന് വേണ്ടിയിട്ട് നമ്മൾ റിഹേഴ്സൽ എടുത്ത ദിവസങ്ങളുണ്ട്, ഷൂട്ട് ചെയ്ത ദിവസങ്ങളുണ്ട്, ഇതെല്ലാം വരുന്നുണ്ടല്ലോ. അതെ ഷൂട്ടിന് വേണ്ടി നമ്മൾ ട്രാവൽ ചെയ്ത ഡേയ്സ്, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ചാർട്ട് എന്റെ മൈൻഡിലുള്ള. എന്നൊക്കെ ഇരുന്നാലും ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഒരു 3 വണ്ടി ഉണ്ടാവും ലൊക്കേഷനിൽ. ഒന്ന് മന്തി വണ്ടി, ഒന്ന് ദോശ വണ്ടി, ഒന്ന് ചായ വണ്ടി. താങ്കൾ ഏത് വണ്ടിയിലാണ് കയറുക സാധാരണ? ഏത് വണ്ടി അല്ല, നമുക്ക് ഒന്ന് അത്രയും ദിവസം നമ്മൾ മാറി നിൽക്കുന്ന സമയത്ത് രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയയിലാണെങ്കിലും നമുക്ക് അവിടെ ചായക്കടയുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അടിച്ച ചായ കിട്ടും അവിടെ. നിങ്ങൾ അവരെ പേര് വിട്ടു, അന്നമ്മച്ചേർത്തി എന്നൊക്കെ പേരില്ലേ? നിങ്ങളുടെ പിള്ളേര് ക്രൂ മെമ്പേഴ്സ് എല്ലാരെയും പിടിച്ച് മലയാളികളാക്കി അവസാനം. പക്ഷെ ഞാൻ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ എന്റെ ഹോംവർക്കിന്റെ ഭാഗമായിട്ട്. കാരണം വിനീത് ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും രാത്രി ഭക്ഷണം കഴിക്കാനുള്ള ഒരു യാത്ര ഉണ്ടാവും, എത്ര ദൂരെയാണെങ്കിലും. അതുണ്ടായിരുന്നോ? അതൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സ്ട്രെസ്സിൽ നമ്മൾ ഷൂട്ട് ചെയ്ത ദിവസം ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ച് സമാധാനത്തിൽ പോയി കിടക്കണം എന്നുണ്ടാവും. അന്നേ ദിവസമൊക്കെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും താങ്കളാണ് മന്തി കഴിച്ച് താങ്കൾക്ക് ഡിപ്രഷൻ മാറ്റി എന്നാണ് ഞാൻ കേട്ടത്. ഡിപ്രഷൻ അല്ല, യു ഫീൽ ദാറ്റ് എന്താ പറയാ ആ ഒരു ഇതുണ്ടല്ലോ, അതുമാതിരി ഒരു ലേക്ക് നിങ്ങൾ എപ്പോഴും അത് അങ്ങനെ നടക്കാൻ രാവിലെയും വൈകുന്നേരം ഒക്കെ പോകുന്ന സമയത്ത് വാട്ട് ഈസ് ദാറ്റ് യൂഷ്വലി തിങ്ക് അബൌട്ട്? നെക്സ്റ്റ് ഡേ ചാർട്ടിംഗ് ആണോ? നമുക്ക് നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്ന കുറെ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ രാത്രി നമുക്ക് ഇവര് വർക്ക് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഇവര് 8 to 8 എന്ന് പറഞ്ഞാൽ 8 to 8 ഇവര് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ 8 മണി നമുക്ക് തിരിച്ചു വന്ന് കിടന്നാൽ പോലും നമുക്ക് 12 മണിക്ക് അപ്പുറം പകല് ഉറങ്ങാൻ പറ്റില്ല. 3-4 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മള് ഓണാണ്. അപ്പോ ശീലമില്ലല്ലോ അങ്ങനെ പകല് കിടന്ന് ഉറങ്ങിയിട്ട്. ഉറങ്ങുന്നത് രാത്രിയല്ലേ. അപ്പോൾ നൈറ്റ് ഫുൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉച്ച വരെ നമ്മൾ റെസ്റ്റ് ചെയ്താൽ പോലും പിന്നെ നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പൊ ഒരു 5 മണി തൊട്ട് ഞാനും വിശാഖും ഒക്കെ നമ്മളെല്ലാരും നടക്കാൻ പോകും. ആ നടക്കാൻ പോകുന്ന സമയത്താണ് നമ്മള് ഒരു 3 കിലോമീറ്റർ ഒക്കെ നമ്മളിങ്ങനെ ഈ ലിസി ലേക്കിനെ ചുറ്റിയിട്ട് നടക്കും. ആ നടത്തത്തിന്റെ സമയത്താണ് ഈ പ്ലാനിങ് ഉണ്ടല്ലോ, ഒരു 3 ദിവസം 4 ദിവസം തള്ളിയിട്ടുള്ള ഷൂട്ടിന്റെ എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെന്റ്സ് ഉണ്ടോ, അതൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ അവര് ഭയങ്കര പാനിക് ചെയ്യും അവര്. അതെ. അപ്പോ അതുകൊണ്ട് അങ്ങനത്തെ പ്ലാനിങ് ഒക്കെ നടക്കുന്നത് ഈ നടത്തത്തിലാണ്. താങ്കൾ കുറെ കൂടി ശാന്തനായി എന്നാണ് ഞാൻ കേട്ടറിവ്. അതായത് പണ്ട് ശാന്തതയ്ക്ക് ഒരു കുറവില്ല, എന്നിരുന്നാലും ഷൂട്ടിംഗ് സമയത്ത് ക്ഷമ ഒരുപാടുണ്ടായിരുന്നു. അത് മക്കള് കാരണമായിരിക്കും എന്നാണ്. ശരിയാണോ? അതുകൊണ്ടല്ല, ഞാൻ ശാന്തനായിട്ടില്ലെങ്കിൽ ഈ പണി നടക്കൂലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. കാരണം ശാന്തത വളരെ കുറവായിരുന്നു കുറെ ആൾക്കാർക്ക്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നും കൂടെ അത് പോയാൽ ഒന്ന് എല്ലാവരും ഒരു ക്രൈസിസ് വരുമ്പോ എല്ലാരും നോക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്തേക്കാണല്ലോ. അപ്പൊ നമ്മള് പാനിക്കാന്ന് കാണുന്ന സമയത്ത് ആൾക്കാർക്കും ആ പാനിക് പാസ് ചെയ്യും. അപ്പൊ എനിക്ക് എന്തുണ്ടെങ്കിലും മുറിക്കകത്തിരുന്നിട്ട് ഞാനത് മാനേജ് ചെയ്ത് പുറത്ത് നമ്മള് ആ ഒരു എന്താ പറയാ ഒരു കോൺഫിഡന്റ് ഫേസ് കീപ്പ് ചെയ്യേണ്ട ഒരു അങ്ങനത്തെ ഭയങ്കര സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു ഷൂട്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോ നോബിൾ എല്ലാം ആക്ച്വലി പ്രാക്ടീസ് ചെയ്തിരുന്നു ആക്ഷൻ മുമ്പ്, ഇത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അത് സഹായിച്ചിട്ടുണ്ടാവും അല്ലെ കുറെയൊക്കെ? പ്രാക്ടീസ് നമുക്ക് ഓരോ കൊറിയോഗ്രാഫിക്ക് മുമ്പും പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഫൈറ്റ് നോബിൾ തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ബാക്കി ചില പോർഷൻസ് അവിടുത്തെ ജോർജിയൻ ഫൈറ്റ് മാസ്റ്റേഴ്സിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ലാംഗ്വേജ് വേറെ വേറെ ആണല്ലോ. അപ്പൊ ഇതിന്റെ ട്രാൻസ്ലേഷൻ ഇടയിൽ നോബിൾ തന്നെ നിൽക്കേണ്ടി വരുമോ? ചില സാധനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോ നമ്മൾ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് പറഞ്ഞ് അവരെ മനസ്സിലാക്കി അങ്ങനെ എല്ലാ ഭാഗത്തും ട്രെയിനിങ് ആയിരുന്നു. അതെ, സത്യം. ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. അവർക്ക് ബേസിക്കലി ഇംഗ്ലീഷും അറിഞ്ഞുകൂടാ. അവർക്ക് ലാംഗ്വേജ് ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലാംഗ്വേജ് അപ്പൊ നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് അവരുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കണം. നമ്മളെ എനൗൺസിയേറ്റ് ചെയ്തിട്ട് സംസാരിക്കണം.
ഇപ്പോൾ എന്തെങ്കിലും പറയണമെങ്കിൽ നോ വി ക്യാൻ ഗോ ഫ്രം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആറൊക്കെ നമ്മൾ കേൾപ്പിച്ചാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ദാറ്റ് ഈസ് ആക്ച്വലി ആസ് എ കൾച്ചറലി നമ്മള് ആ. കുറെ കൂടി മനസ്സിലാവും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളല്ലേ. ആ, നമ്മൾ വിചാരിക്കും ഇറ്റ്സ് അതെ. വെരി ഈസി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. ആ. പക്ഷെ അതല്ല. അല്ല. ഈ നമ്മുടെ ആൾക്കാർ അതിനേക്കാളും ഈസി ആയിട്ട് ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത്. അതെ. നമ്മൾ മലയാളികളുടെ അടുത്ത് ആ, അത്യാവശ്യം നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാവും. അവിടെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് പറഞ്ഞാലേ എനിക്ക് ഈ അനുഭവം ഉള്ളത് മുമ്പ് ജപ്പാനിൽ പോയപ്പോഴാണ്. ആ. ജപ്പാനിൽ പോയപ്പോൾ ഞാൻ അവരെ പോലെയാണ് വിച്ച് വേ ടു ഗോ ഫ്രം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ. നമ്മൾ അങ്ങനെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ശരി കേട്ടോ. അതേപോലെയായിരുന്നു ജോർജ്. ആൻഡ് ഈവൻ ആശാൻ നിങ്ങളെ ഒരുപാട് അധികം പെപ്പപ്പ് ചെയ്തു, മോട്ടിവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അയ്യോ, നമ്മുടെ എനിക്ക് അദ്ദേഹത്തിന് ഞാൻ അതിന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മഞ്ഞപ്പട ആശാന്റെ ഫുൾ പേര് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഇവാൻ. ഇവാൻ ആ. ആശാൻ തന്നെയാണ് നമ്മൾ വിളിക്കാറുള്ളത്. ആശാനിലേക്ക് എങ്ങനെ എത്തി? ബിക്കോസ് ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പണ്ട് ചോദിച്ചിരുന്നേ നിങ്ങൾക്ക് ഇനി ഇവിടെ എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ല, സോ ഇവിടെ കേരളത്തിൽ കല്യാണം കഴിച്ച് കൂടിക്കൂടെ സിനിമയിലൊക്കെ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അത് കറക്റ്റായി. അല്ല, ആശാന് കേരളത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് നമുക്ക് ആശാനെ കിട്ടിയത്. അല്ലാണ്ട് ആശാന്റെ ഒരു സ്റ്റേച്ചർ വെച്ചിട്ട് അദ്ദേഹത്തിനെ പോലെ ഒരാളെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പോലും പറ്റൂല. അദ്ദേഹം ഒരു കോച്ചായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് പേ ചെയ്യുന്നൊരു സംഗതിയും നമ്മൾ സിനിമയ്ക്ക് വിളിക്കുമ്പോൾ നമുക്ക് അതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റിൽ അദ്ദേഹം വന്ന് ചെയ്തതാണ്. നമ്മളിങ്ങനെ ആദ്യം അന്വേഷിച്ചത് ഇതാണ്. അതായത് മലയാളികൾക്കെല്ലാം അറിയുന്ന ഒരു സായിപ്പ് ആരാളുള്ള. പണ്ടായിരുന്നെങ്കിൽ ആനവാൽ മോതിരത്തിലെ ഗ്യാവിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ അങ്ങനെ ഒരാളില്ലല്ലോ നമുക്ക്. സത്യം. അപ്പോ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നോബിളിന്റെ അനിയനാണ് പറയുന്നത് ആശാന്റെ കാര്യം. ആശാനെ എല്ലാവർക്കും ഇഷ്ടമാണ്, ആശാനും കേരളം ഇഷ്ടമാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ആശാന്റെ മാനേജറെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആശാൻ ഇങ്ങനെ ഇന്ന ആൾക്കാരാണ് വിളിക്കുന്നതെന്നൊക്കെ അറിഞ്ഞപ്പോഴേക്കും ആശാൻ പറഞ്ഞു അതൊന്നും പ്രശ്നമല്ല, ഞാൻ വരാം. നിങ്ങൾ അപ്പം നമുക്ക് ഓഡിഷൻ ചെയ്യുന്നത് ഓക്കെ ആണോ എന്നിങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് ഓഡിഷൻ ചെയ്ത് നോക്കേണ്ടി വരും, എന്നാലേ നമ്മുടെ ക്യാരക്ടറിന് ഫിറ്റാന്ന് അറിയാൻ പറ്റുള്ളൂ. അത് കുഴപ്പമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആശാൻ ദുബായിലേക്ക് വന്നു. എനിക്ക് അവിടെ ദുബായിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ദുബായിൽ ഞങ്ങൾ മീറ്റ് ചെയ്ത് ഓഡിഷൻ നടത്തി. അതിനു മുമ്പ് ഒരു സൂം കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ, അപ്പൊ എങ്ങനെയാണ്, എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എങ്ങനെയുള്ള പെർഫോമൻസാ വിനീത് നോക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റിയും കൂടെ ഇതിനകത്തേക്ക് വരണമല്ലോ. അപ്പൊ അതും ഒക്കെ സംസാരിച്ച് ഓഡിഷൻ ചെയ്തപ്പോൾ ആള് ചുമ്മാ ഈസി ആയിട്ട് അങ്ങ് ചെയ്തു. കുറെ ക്യാമറ ഫേസ് ചെയ്ത് ശീലമുള്ള ആളായതുകൊണ്ട് ചുമ്മാ ചെയ്തു. ആൻഡ് അദ്ദേഹം നിങ്ങളുടെ ചില ഒരു വിഷമഘട്ടങ്ങൾ അങ്ങനെ കുറെയൊക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിരുന്നു. വിൽ ഡു ഇറ്റ്, വിൽ മേക്ക് ഇറ്റ്. അതൊരു വലിയ കാര്യമല്ലേ? ബിക്കോസ് മൂപ്പർ ഇത്രയും വലിയൊരു കേരള ബ്ലാസ്റ്റേഴ്സിനെ കോച്ച് ചെയ്ത് അവർ മുഴുവൻ ഇത്രയും ഒരു എന്താ പറയാ, നമുക്ക് ശരിക്കും ചേച്ചി നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അദ്ദേഹം വന്നപ്പോ ബ്ലാസ്റ്റേഴ്സ് സക്സസ്ഫുൾ ആയെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഒരു 5 മിനിറ്റ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു തീ കയറും. ഈ മനുഷ്യൻ ഇത്രയും ബിലീവ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിൽ. ഞാൻ അങ്ങനെ കാണാം. അങ്ങനെ പറയണ്ടേ, ഞാൻ ഈ ഒരു കൺട്രിയിൽ ജനിച്ചു, ആ കൺട്രി ഇപ്പൊ ഇല്ലാന്ന് ഒന്നും ആലോചിക്കുക. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആ മനുഷ്യനല്ലേ. അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞ ഫുട്ബോൾ കളി കാണാൻ പോയതും അമ്മയുടെ നടിയിട്ടതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അവരുടെ അപ്ബ്രിങ്ങിങ് ഒക്കെ കുറെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. സെർബിയയില് അവര് ചെറുപ്പകാലത്തുള്ള സംഭവം എങ്ങനെയാണ് വളർന്നെന്നും, അപ്പൊ ആ ഹാർഡ് ട്രെയിനിങ് ഉണ്ടല്ലോ ചെറിയ പ്രായത്തിൽ കിട്ടിയിട്ടുള്ള, അതിന്റെ ഒരു ഉരുക്കുണ്ട് മനുഷ്യൻ. ഈ ഇത്രയും കഷ്ടപ്പാട് ചെയ്യുമ്പോൾ ചില സമയത്ത് പറഞ്ഞു, ചില പ്രകൃതി താങ്കൾക്ക് എപ്പോഴും എന്താ പറയാ സഹായിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷത്തിലും ഹൃദയത്തിലും എപ്പോഴെങ്കിലും താങ്കൾക്ക് സൂര്യപ്രകാശം വേണമെങ്കിൽ സൂര്യൻ തന്നെ പുറത്തു വന്ന് നിൽക്കുമായിരുന്നു. എനിക്ക് കിട്ടാറുണ്ട് അങ്ങനത്തെ ഒരു ഭാഗ്യമുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? ഇതില് ഞാനിങ്ങനെ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് വന്ന ട്രെയിലറില്ലേ, നോബിൾ ഇങ്ങനെ ഗണ്ണ് പിടിച്ച് ആ ഷോട്ടിൽ ബുള്ളറ്റിൽ വരുന്നുണ്ടല്ലോ, ആ സീക്വൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് ഫുൾ ഡേ എനിക്ക് ഓവർകാസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതായത് ഈ ഫുൾ സീക്വൻസ് ഓവർകാസ്റ്റിൽ എടുക്കണം. ഓവർകാസ്റ്റ് സണ്ണ് പുറത്ത് വരാണ്ട് ഇങ്ങനെ നിൽക്കണമായിരുന്നു. ലാസ്റ്റ് ഒരു ബൈക്ക് ഷോട്ട് മാത്രം സണ്ണ് ഓപ്പൺ ആയാൽ നന്നായിരുന്നു. ഞാൻ ലാസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ
അത് കഴിഞ്ഞപ്പോഴേക്കും സണ്ണ് പുറത്തേക്ക് വന്നു. അതുവരെ ആ ഫുൾ ഡേ ഓവർകാസ്റ്റിലായിരുന്നു. നിങ്ങൾക്കത് ഭയങ്കര ഭാഗ്യമായിട്ട് സത്യം. ഇത് 3ാമത്തെ പ്രാവശ്യം ഇതേ ചോദ്യം ചോദിക്കുന്നത്. കാരണം എല്ലാ പ്രാവശ്യം പ്രകൃതി താങ്കളെ സഹായിച്ചിട്ടുണ്ട്. ചേച്ചി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ അമ്മ ഞാൻ ഇങ്ങനെ എന്നെ ഇന്ന് പരീക്ഷിക്കരുത്. ഞാൻ ശരിക്കും വർത്താനം പറയണ്ടേ, ഞാൻ മുകളിലേക്ക് നോക്കിയിട്ട്. കാരണം എനിക്ക് ആരോടും പറയാനില്ല, എല്ലാവരും എന്നോടാണ് പറയുന്നത്. ഞാൻ ആരോട് പറയും? ഞാൻ മുകളിൽ നോക്കി സംസാരിക്കാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ മുകളിലേക്ക് നോക്കി സംസാരിച്ചത് ഈ പടത്തിന്. ഒരുപാട് ഇൻസ്റ്റൻസിൽ നമ്മുടെ ഇന്റർവെൽ ബ്ലോക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് മഴയുടെ പ്രഡിക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ആ വെറ്റ്നെസ് നമ്മുടെ സീനിന് നല്ലതാണ്. പക്ഷെ മഴ പെയ്താൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അന്ന് ഷൂട്ട് ഇല്ലാണ്ട് വെക്കാനും പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ കുറച്ചു നേരം ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ആ വെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ആവശ്യത്തിന് വെറ്റ്നസ് ആയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയും, ഇനി ഒരു 10 മിനിറ്റും കൂടെ പെയ്തിട്ടൊന്ന് നിർത്തിത്താ, ഞാനൊന്ന് ഷൂട്ട് ചെയ്യട്ടെ. ഞാൻ ഇങ്ങനെ തന്നെ വർത്താനം പറയാറുണ്ട്. എനിക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ നിർത്തിത്തരും. അതൊരു ഭാഗ്യമാണ് എല്ലാവർക്കും കിട്ടണത്. അത് അങ്ങനെ തന്നെ പോട്ടെ, അടുത്ത പടത്തിലും പിന്നീട് പടങ്ങളും ഒക്കെ. ദാറ്റ്സ് ക്വൈറ്റ് നൈസ്. പക്ഷെ ഇങ്ങനെ ചില സമയത്തുണ്ടല്ലോ, നമ്മുടെ ഒരു റിയാലിറ്റി, ഒരു ഫിലിം മേക്കർക്ക് ഒരു ഫാന്റസി അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി നമ്മൾ എങ്ങനെ പോകണമെന്നുണ്ട്. റൈറ്ററായിട്ട് താങ്കൾക്ക് ഇന്ന സാധനങ്ങൾ ഇങ്ങനെ വേണമെന്നുണ്ട്. എന്നിരുന്നാൽ പോലും പല പ്രാവശ്യവും ചില സമയത്ത് ഈ ചില റെസ്ട്രിക്ഷൻസ് വന്നിട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എപ്പോഴെങ്കിലും വിചാരിച്ചൊക്കെ നന്നായിട്ട് ആ ഒരു എന്താ പറയുക റെസ്ട്രിക്ഷൻസിൽ എക്സ്ട്രാ ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഷോട്ട്സ് എടുക്കാൻ ലിമിറ്റേഷൻസ് വരുമല്ലോ. അപ്പൊ നമുക്ക് പുതിയ ഷോർട്ട് ഡിസൈനിങ് മൈൻഡിൽ വരും. അതായിരിക്കും ചിലപ്പോൾ ആ സീനിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. കാരണം കുറെ സാധനങ്ങൾ നമ്മൾ കമ്പൈൻ ചെയ്യും. ക്യാരക്ടേഴ്സിന്റെ എൻട്രി എക്സിറ്റ് സാധനങ്ങളൊക്കെ ഒരു സിംഗിൾ പരിപാടിയിൽ അങ്ങനെ പോകും. അപ്പൊ അത് അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എഡിറ്റേബിൾ സിനിമ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ കട്ട്സ് ഇങ്ങനെ എടുത്തെടുത്ത് നമ്മളത് ടേബിളിൽ ജോയിൻ ചെയ്യുന്ന പോലെ ആയിരിക്കും. പക്ഷെ ടൈം റെസ്ട്രിക്ഷൻ വരുന്ന സമയത്ത് നമ്മളൊരു കൊറിയോഗ്രാഫി, എനിക്കങ്ങനെയാണ്, എന്നെ പിടിച്ചൊരു ടൈം ഫ്രെയിമിനകത്ത് ഇട്ട് കഴിഞ്ഞാലാണ് എന്റെ തല നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ അതാണ് ജോർജി വർക്ക് ചെയ്യാനും കാരണം. അത് ചില സമയത്ത് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു റൈറ്ററായിട്ട് താങ്കളെ ഒരു ക്യാരക്ടർ എഴുതുമ്പോൾ ആ ക്യാരക്ടറിന്റെ ഇന്നർ വേൾഡ് ആണോ ആദ്യം തുടങ്ങുക, അതോ സെൻട്രൽ തീമിനെ കണക്ട് ചെയ്തിട്ടാണോ? ഇത് രണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയും അത് വ്യത്യാസങ്ങൾ വരാറുണ്ടോ? ഈ ഇന്നർ വേൾഡ് ആണ് ഞാൻ എഴുതുന്ന സിനിമയിൽ എപ്പോഴും ആ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ, അവന്റെ ഇമോഷൻ, ആ സാധനമാണ് ഫസ്റ്റ് വരാറുള്ളത്. പക്ഷെ ഇതിപ്പോ കരത്തില് എന്റെ കയ്യിൽ ഓൾറെഡി ഒരു ഡ്രാഫ്റ്റ് എഴുതിയ സാധനം ഒരു റൈറ്റർ ഏൽപ്പിക്കുകയാണല്ലോ. പിന്നെ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇതില് ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത സാധനങ്ങൾ മാറ്റുക, എങ്ങനെ ഇത് ടൈറ്റ് ആക്കാം, എങ്ങനെ ഇത് ബോയിൽ ചെയ്യാം. ചില സീനുകളിൽ നമുക്കൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക. ത്രില്ലറിന്റെ അപ്രോച്ചേ വേറെയാണല്ലോ. മറ്റത് ഹാർട്ട് ഫെൽറ്റ് ആയിട്ടാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ഇതിൽ ലോജിക്കൽ ലൂപ്പ് ഹോൾസ് അടയ്ക്കുക, കുറച്ചും കൂടെ ബ്രെയിൻ വർക്കാ ത്രില്ലറിൽ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണ് ആൾക്കാർ കുറ്റം പറയാൻ സാധ്യതയുള്ള ലൂപ്പ് ഹോൾസ് എന്തൊക്കെയാണ്. അപ്പൊ അത് കണ്ടുപിടിക്കുക. പിന്നെ ഒരു 100 സിനിമയിൽ കണ്ടിട്ടുള്ള സാധനങ്ങൾ വീണ്ടും റിപ്പീറ്റ് അടിച്ചു വരുമല്ലോ ത്രില്ലറിൽ. അതെങ്ങനെ ചെറിയ ട്വീക്സിൽ നമുക്ക് മാറ്റാം, അങ്ങനത്തെ. അപ്പൊ അങ്ങനെയാണ് താങ്കളുള്ള റൈറ്റർ അങ്ങനെ ആക്ടറിന്റെ ഒരു ഇത് വരുമ്പോ, കോമ്പിനേഷൻ വരുമ്പോൾ അത് എഫക്റ്റ് ആവാറുണ്ടോ? നിങ്ങളൊരു നടനുണ്ടല്ലോ, ആൻഡ് യു ആർ ഓൾസോ റൈറ്റർ. അപ്പൊ നിങ്ങൾ ഈ ഒരു എഴുതുമ്പോൾ നിങ്ങളിലെ നടൻ അത് സാധാരണ നിലയിൽ അതിലൊരു വ്യതിയാനങ്ങൾക്ക് ഇല്ല. എനിക്ക് തിര തൊട്ട് ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ലിബറേറ്റഡാ. അത് തിരയിലാണ് ഞാൻ കുറെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആക്ടേഴ്സുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ് ഔട്ട് ഉണ്ടല്ലോ, FTIയിലൊക്കെ പഠിച്ചിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ചെറിയ ക്യാരക്ടർ ആയിരിക്കും, പക്ഷെ അവരിങ്ങനെ ഇയാൾ എവിടുന്നാ വരുന്നത്, അപ്പൊ എനിക്കറിഞ്ഞൂടെ ഇയാൾ എവിടുന്നാ വരുന്നതെന്ന്. ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഹിന്ദി സംസാരിക്കുന്ന ക്യാരക്ടറിനെ മൈൻഡിൽ വെച്ചിട്ടുള്ളൂ. ഇയാളോട് ഇപ്പൊ എന്ത് പറയും? അപ്പോൾ അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം ഇയാൾ ഗുജറാത്തിൽ നിന്നാണോ അതോ ഇന്ന സ്ഥലത്തു നിന്നാണോ? അപ്പൊ അവര് ഭയങ്കര ഡീപ്പായിട്ട് ഈ ക്യാരക്ടറിനെ വളരെ കുറച്ചേ ചെയ്യാനുള്ളൂ, പക്ഷെ നമ്മൾ പറയുന്ന സാധനത്ത് നിന്ന് അവരൊരു ന്യൂവാൻസ് പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സിനിമയിലാണ് ശരിക്ക് ഒരു ഡയറക്ടർ ആലോചിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ആക്ടർ ഒരു ക്യാരക്ടറിനെ പറ്റി ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ അതിനുശേഷം പിന്നെ ഞാൻ ആക്ടേഴ്സുമായിട്ട് ഇരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അവരെന്താ പറയുന്നതെന്നുള്ളതും കൂടെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അവരുടെ സൈഡിൽ നിന്ന് നമ്മൾ ആലോചിക്കാത്ത ഒരു പോയിന്റ് വരും, ഒരു ആംഗിൾ കിട്ടും. ചില സാധനങ്ങൾ അവർ കൊണ്ടുവരും. ഇപ്പൊ ഇതിൽ കരത്തിൽ തന്നെ വിഷ്ണു വാര്യർ എന്ന് പറഞ്ഞിട്ടൊരു ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. വിഷ്ണു അതിൽ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഇംപ്രോവൈസേഷൻസ് ഒന്നും ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞതല്ല, അത് വിഷ്ണു ആഡ് ചെയ്തതാ. ഞാൻ എഡിറ്റിൽ ഇരിക്കുമ്പോഴാണ്
ഇങ്ങനെ ഞാൻ ആലോചിക്കുമ്പോൾ ഈ ചെക്കൻ എന്തൊക്കെ ഇതിൽ ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. അപ്പൊ അങ്ങനെ ചില ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവര് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യും. സോ ഐ തിങ്ക് ദാറ്റ് ബിക്കംസ് അതൊരു ബാലൻസ് ആണല്ലേ ചിലപ്പോൾ പല കോൺവെർസേഷൻസ് വരുമ്പോൾ. ഇപ്പൊ നോബിൾ ഇതിന്റെ റൈറ്റർ ആയതുകൊണ്ട് ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോബിളിനോട് ഇതിന്റെ മൂഡ് എന്താന്നുള്ളത് എനിക്ക് ബ്രീഫ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ലുക്ക് എങ്ങോട്ടേക്കാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് നോക്കിയാൽ മതി. ഒരു കഥ എഴുതുമ്പോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എഴുതുമ്പോ ബെസ്റ്റ് സമയം എപ്പോഴാ പ്രൊഡക്റ്റീവായിട്ട് എഴുതാനായിട്ട്? ഏറ്റവും നല്ലത് ഏർലി മോർണിംഗ്. അതായത് ഒരു 4 മണി തൊട്ട് ഒരു 7:30-8 മണി വരെയുള്ള ടൈം വേറൊരു ബഹളം ഉണ്ടാവില്ലല്ലോ. കുട്ടികൾ സ്കൂളിൽ പോകാൻ എഴുതേക്കുന്ന വരെ റൂമിന്റെ ഉള്ളിലെ വീട്ടിന്റെ ഉള്ളില് റൈറ്റേഴ്സ് റൂമാണല്ലോ താങ്കളുടെ. ആ റൂമിൽ വീട്ടിനുള്ളിൽ സത്യം കയ്യെത്ര ദൂരത്ത് ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഏതൊക്കെ? എനിക്കൊരു റൈറ്റേഴ്സ് റൂം ഉണ്ടെങ്കിലും അതിപ്പോ നമ്മുടെ മക്കൾ അത് കയ്യേറും. പിന്നെ എപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ വരും. അപ്പൊ ആ റൂം ഇതുവരെ മര്യാദയ്ക്ക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എന്റെ എഴുത്ത് എന്നൊക്കെ പറയുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു സ്ഥിരം സ്പേസ് ഒന്നുമില്ല. പക്ഷെ ഒരു ജനല തുറക്കുമ്പോ ഒരു വ്യൂ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല ചേച്ചി. ഞാൻ വളരെ എന്താ പറയാ, ഞാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ എഴുതിയത് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന്റെ ഫസ്റ്റ് ഹാഫാ. അത് ഞാനത് ഊട്ടിയില് സമീപ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തിന്റെ ഒരു ഊട്ടിയിലുള്ള ഒരു കോട്ടേജിനകത്ത് ഇരുന്നിട്ടാ ഞാൻ എഴുതുന്നത്. അപ്പൊ ആ കോട്ടേജ് എന്ന് പറഞ്ഞാൽ മറ്റേ യൂറോപ്യൻ ഷാലറ്റ്സ് അല്ലേ, അതുപോലെയുള്ള മറ്റേ ഫുള്ള് വുഡാണ്. അപ്പൊ സമീപിന്റെ റൂമിന്റെ ഒരു ഫ്ലോറ് മുകളിലുള്ള ഒരു ചെറിയ മുറിയാണത്. അപ്പോൾ ആ ചെറിയ മുറിയിൽ കോട്ടില്ല, ബെഡ് മാത്രമേ ഉള്ളൂ, ഒരു സിംഗിൾ ബെഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ബെഡ് ഉണ്ട്, ഒരു പുതപ്പുണ്ട്. അപ്പൊ എനിക്ക് ചെറിയ സ്പേസ് ഇഷ്ടം. എനിക്ക് അങ്ങനെ വലിയ സ്പേസ് വേണമെന്നൊന്നും നിർബന്ധമുള്ള ആളാണ്. അപ്പൊ ഞാൻ ഈ അകത്ത് പോയി കഴിഞ്ഞപ്പോൾ സമീപ് എന്നോട് ചോദിച്ചു, ഡെസ്ക് ഒന്നും ഇല്ലാണ്ട് വിനീത് എങ്ങനെ എഴുതുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ചെറിയൊരു ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ കണക്കപ്പിള്ളമാരുടെ അതായത് മീൻ വെട്ടാനൊക്കെ വേണ്ടിയിട്ട് മറ്റേ ആൾക്കാർ ഒരു പലകയിൽ ഇരിക്കും, അതുപോലെ എനിക്കൊരു പലക കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു മുൻഷിമാരൊക്കെ കണക്കെഴുതാൻ ഒരു സ്ഥലം വെക്കില്ല, അതാണ്. അതുപോലെ എനിക്കൊരു ഇച്ചിരിയുള്ള പലക കിട്ടിയാൽ മതി, ഒരു A4-നേക്കാളും ഇച്ചിരി വലിപ്പമുള്ള ഒരു പലക കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എനിക്ക് ആ പലക ഒപ്പിച്ചു തന്നു. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എഗൻസ്റ്റ് ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ കർട്ടൻ അങ്ങ് തുറന്ന് ഞാനൊരു 6 മണി ഒക്കെ ആകുമ്പോഴേക്കും മെല്ലെ തുടങ്ങും. അപ്പോൾ 6 മണിക്ക് മെല്ലെ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ ഒരു 6-6:45 ആകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഇങ്ങനെ അരിച്ചു കയറും ഇതിനകത്തേക്ക്. അപ്പോൾ ആ ലൈറ്റിൽ ഇരുന്നിട്ടാണ് ഈ ഫസ്റ്റ് ഹാഫിലുള്ള ഇവരുടെ ഫാമിലിയുടെ സീക്വൻസും കാര്യമൊക്കെ എഴുതുന്നത്. എനിക്ക് ഭയങ്കര നല്ല മെമ്മറിയാണ്. അപ്പോൾ അവിടെ കോൾഡി എന്ന് പറഞ്ഞിട്ടൊരു നോർത്ത് ഈസ്റ്റ് എന്നുള്ളൊരു കുക്ക് ഉണ്ടായിരുന്നു. പുള്ളി കുറച്ച് കഴിയുമ്പോഴേക്കും മറ്റേ ആലു പറാഠ ആ സാധനമൊക്കെ റൂമിൽ തന്നെ കൊണ്ടുതരും. അപ്പൊ ഞാൻ ഈ പേപ്പർ അങ്ങനെ മാറ്റി വെച്ച് പലകയില് സാധനം വെച്ച് കുറച്ചിത് കഴിച്ച് പിന്നെ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് വീണ്ടും തുടങ്ങും. അങ്ങനെ ഞാൻ ഏറ്റവും എന്താ പറയാ ഭംഗിയുള്ള അറ്റ്മോസ്ഫിയറിൽ ചെയ്തത് എഴുതിയത് ജേക്കബായിരുന്നു. സൺലൈറ്റ് കണ്ടിട്ടാണോ വിഹാൻ എന്ന് മോന് പേരിട്ടെ? അല്ല, അതങ്ങനെ വന്നത്. കാരണം വിഹാൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മുടെ ഭൂമിയിൽ വരുന്ന സൂര്യകിരണങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് വിഹാൻ അല്ലേ? അപ്പൊ ഞാൻ വെച്ചു ഇതായിരിക്കും കണക്ഷൻ. സ്വീറ്റ് നെയിം. എന്റെ വീട്ടിലൊരു ഒരു കുഞ്ഞു വിഹാൻ, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ 2 മക്കളുടെയും പേര് ഒരേ ഇതാ, സൂര്യന്റെ അതെ, ഷനയുടെ പേരും അത് തന്നെ. കറക്റ്റ്. ഈ നാട്ടിലെ പണ്ട് ജനിച്ചു വളർന്ന സമയത്തുള്ള വീടിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അതിൽ നിന്നും നമ്മുടെ ബെസന്റ് നഗറിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നൊരു വാല്യൂ ഉണ്ടോ? അവിടുന്ന് വാല്യൂ ഞാൻ ഉദ്ദേശിക്കുന്ന വീട്ടിലുണ്ടാവണം നിർബന്ധമുള്ള. ഞാൻ ആക്ച്വലി ആ വാല്യൂ എടുത്തത് നോബിളിന്റെ അടുത്തുനിന്ന്. അതായത് ഞാൻ ഇപ്പം നമ്മൾ നാട്ടിൽ താമസിക്കുന്ന സമയത്ത് നമ്മുടെ 2 നിലയുള്ള വീടാണ്. അപ്പൊ മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മുകളിലത്തെ ഒരു മുറിയിലാണെങ്കിൽ താഴെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും കേൾക്കൂല. പിന്നെ ആ പ്രായത്തിൽ നമ്മൾ ആര് വിളിച്ചാലും കേൾക്കില്ല. പക്ഷെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നോബിൾ ആ സമയത്ത് കടവന്ത്രയില് ഭദ്രാഞ്ജലി എന്ന് പറയുന്ന ഒരു വീടുണ്ട് അവന്, കൊച്ചു കടവന്ത്രയില്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ അവന്റെ ഒരു ഹാളുണ്ട്. അവനും ഇതുപോലെ 2 നിലയുള്ള വീടാ. പക്ഷെ ആ ഹാളിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഏത് റൂമിലേക്കും കേൾക്കും. അപ്പോൾ അന്ന് അവനിങ്ങനെ അവന്റെ ടെറസിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, അവിടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ ആ ഹാളിൽ ഇരുന്നിട്ട് ആരെ വിളിച്ചു കഴിഞ്ഞാലും എല്ലാ റൂമിലേക്കും
അത് കേൾക്കണം. അപ്പൊ ആ സാധനം ഇപ്പോ എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വെക്കുകയാണെങ്കിൽ പോലും അതൊരു ചെറിയ വീടായിരിക്കണം. നമുക്ക് എല്ലാവരുമായിട്ടും കണക്ഷൻ വേണം. ഓരോരുത്തരും ഓരോ വലിയ വീടുകൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഓരോരുത്തരും ഓരോ മൂലയിലായിരിക്കും. ഒരു റൂമിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ അത് നല്ലൊരു പോയിന്റ് ആയിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് എല്ലായിടത്തും കേൾക്കണം. അപ്പൊ ഞാനിപ്പോ എത്രയോ വർഷമായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ അങ്ങനെ എനിക്കൊരു ആ ഹാൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കും. കോമൺ ഏരിയ ഉണ്ടല്ലോ, അതായത് ഡൈനിങ്ങും പിന്നെ വിസിറ്റിങ്ങും അടക്കമുള്ള ഏരിയ ഉണ്ടല്ലോ, അവിടുന്ന് നമ്മള് വിളിച്ചാ വെളിപ്പുറത്തുള്ള മുറികളാണോ എന്നുള്ള ആ ലേ ഔട്ട് ഞാൻ അങ്ങനെ നോക്കുന്നത്. സോ ഇപ്പൊ ഒരു വീടിന്റെ ഇത് കാണുമ്പോഴേ എപ്പോഴെങ്കിലും താങ്കൾക്ക് ഒരു ഫേവറേറ്റ് പൊസിഷൻ ഉണ്ട് പോയിരിക്കാൻ? ഇപ്പൊ ഞാനൊക്കെയാണ് ഒരു വീടിന്റെ തളം എന്ന് വിളിക്കുന്ന സിറ്റിംഗ് റൂമിൽ പോയിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു മൂലയ്ക്കാ പോയിരിക്കുക. എന്നിട്ട് അവിടുത്തെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും എല്ലാവരും. ഇപ്പൊ ഓണത്തിന് പോയപ്പോ ഈ കോർണറിൽ ഞാൻ എല്ലാവരും ഇങ്ങനെ ഒബ്സർവ്, വെറുതെ എനിക്ക് ഭ്രാന്തരെന്ന് വിചാരിക്കും. പക്ഷെ താങ്കൾക്ക് അങ്ങനെ ഉണ്ട് ഒരു സ്ഥലത്ത് ഒരു ഒബ്സർവേഷൻ ഇരിക്കുമ്പോൾ, is it that you should be seen or you should be hiding? ഞാൻ എപ്പോഴും വീടിനേക്കാളും കൂടുതൽ ഈ എയർപോർട്ട് അതുപോലെയുള്ള സ്ഥലം ഉണ്ടല്ലോ, ഞാൻ ആളില്ലാത്ത സ്ഥലത്താണ് പോയിട്ട് എപ്പോഴും ഇരിക്കുക. അത് പണ്ടോട്ടേ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരിക്കൽ കണ്ടിട്ടുണ്ട്, ഞാൻ നോക്കിയപ്പോ ഒരു കോർണറിൽ മുകളിൽ നെടുമ്പാശ്ശേരിയിൽ ഒരാൾ തിരിഞ്ഞ് ചെമ്മരിനെ ഫേസ് ചെയ്തിരിക്കുന്നു. ഇതെന്നാ നിങ്ങളുടെ അനിയനും അവിടെ ഒരു കോഫി ഷോപ്പിൽ അങ്ങനെ തിരിഞ്ഞിരിക്കും. അവൻ ആക്ച്വലി എന്നെക്കാളും ഇൻട്രോവേർട്ടഡ് ആണ്. അവൻ ഇത്ര ഭയങ്കര എന്താ പറയാ സ്പീക്കറൊക്കെ ആയത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കസറല്ലേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഞങ്ങൾ പ്ലെയിനിരിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അജിത്തിന് മുമ്പിലാ സീറ്റ് കിട്ടിയത്. അപ്പൊ എനിക്ക് പിന്നിലാ കിട്ടിയത്. ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞോ? എന്താ ഞാൻ അടി വെച്ചിട്ട് ഞാൻ പിരിഞ്ഞതൊന്നല്ല, വേറെ. അപ്പൊ സീറ്റ് കിട്ടി പ്ലെയിനിൽ ഇറങ്ങിയപ്പോ അജിത്ത് നേരെ പോയി പെട്ടി എടുക്കാൻ, ഞാൻ പിന്നെ പതുക്കെ വരിക. അപ്പൊ ഏട്ടൻ നീ വേറെ കാറിൽ പോകും, നിങ്ങൾ വേറെ കാറിൽ പോകും. ഞങ്ങളല്ല, ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോവാ. അല്ല അങ്ങനെ രക്ഷപ്പെട്ടത് നിങ്ങളെ സഹിക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ കളിയാക്കും. സോ പക്ഷെ ധ്യാൻ ഈ സിനിമ എന്താ ധ്യാൻ ചേട്ടനെ ഇറക്കാൻ വലിയ വിഷമമുള്ള ആൾക്കാർക്ക് ഇതിലോ എന്നിട്ട് വേണം അവൻ ചെന്ന് കഥ പറയാനല്ലേ. ത്രില്ലറിന്റെ കഥയൊക്കെ പറഞ്ഞ ആലോചിച്ചൊക്കെ വർഷങ്ങൾക്ക് ശേഷം എല്ലാ ഇന്റർവ്യൂവിലും പാതി കഥ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അല്ല ഇതിൽ ധ്യാനം ചെയ്യാൻ പറ്റിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, അത് ഞാൻ ഏഷ്ടി പറഞ്ഞല്ലാട്ടോ, ധ്യാനം ചേട്ടൻ പറഞ്ഞു കേട്ടോളൂ. അപ്പോ ഈ കഥ പറഞ്ഞപ്പോഴേ അച്ഛനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഞാൻ ആദ്യമല്ല വേറൊരു തട്ടകത്തിലേക്ക് ചാടാൻ പോകുന്നത് അച്ഛൻ്റെ ഒരു ഉപദേശം ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനും നോബിളും ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് ആണ് അച്ഛൻ്റെ അടുത്ത് ഇത് അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു സംഗതി. അപ്പൊ നോബിളിനെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ അറിയാം അച്ഛന്. അപ്പൊ അച്ഛൻ നോബിളിനെ കെട്ടിപ്പിടിച്ചൊരു അനുഗ്രഹിച്ചിട്ടൊക്കെ വിട്ടു. ഈ സിനിമയിലെ കരത്തിൽ നിന്നും താങ്കൾ ഒരുപാട് പഠിച്ചു എന്ന് പറഞ്ഞു. ഇതുവരെ ചെയ്ത ഒരു കാര്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി വിനീത് എന്ന മനുഷ്യൻ ചെയ്ത എന്തെങ്കിലും ഉണ്ടോ? അതായത് പൊട്ടിത്തെറിക്കേണ്ട സമയത്ത് പോലും ഞാനത് ചെയ്യാതെ നിന്നു ഈ പടത്തില്. എനിക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളതില് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എനിക്ക് ഒരു കാരണം ചില സമയത്ത് നമ്മള് ദേഷ്യപ്പെടാതിരിക്കുമ്പോൾ അത് നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പവർ തരും. അത് ആ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന പവറല്ല. നമ്മളോട് അങ്ങനെ സംസാരിച്ച ആളുകള് പിന്നീട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് ചുരുങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അവര് നമ്മളോട് അപ്പോളജൈസ് ചെയ്യൂല, അവര് ഒന്നും പറയില്ല, പക്ഷെ അവര് നമ്മുടെ കൂടെ പിന്നെ സഹകരിക്കും. നമ്മുടെ സൈലൻസ് അവരെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും. വെരി നൈസ്. ദാറ്റ്സ് എ നൈസ് പോയിന്റ് ആക്ച്വലി. നമ്മളൊക്കെ അങ്ങനെ പൊട്ടിത്തെറിക്കില്ല ചെയ്യാം, അത് ഇങ്ങനെ വേണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കും ചെയ്യും. പക്ഷെ ദിസ് ഇസ് നൈസ് ആക്ച്വലി. അതൊരു നല്ല പോയിന്റാ. അതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാണ്ട് പോവുകയും ചെയ്യും, നമുക്ക് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അല്ല അതിനേക്കാൾ കൂടുതൽ നമുക്ക് പറയാനാണെങ്കിൽ നമുക്ക് സൗഹൃദങ്ങൾ തന്നെ ഭയങ്കര കുറവല്ലേ. ആ സൗഹൃദങ്ങൾ ഒരിക്കലും വിട്ടുപോരുതെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് പല സമയത്തും ഞാൻ വായടച്ചു വെക്കും. അപ്പൊ ചില സമയത്ത് അങ്ങനെ വായടച്ചു വെക്കുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും. ആവശ്യമുള്ളപ്പോ മാത്രം വായ തുറക്കുക എന്നുള്ളത്. അതെ, അത് വലിയ ബുദ്ധിമുട്ടാണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. അതെ. അപ്പൊ ഇപ്പൊ താങ്കളുടെ കരം, താങ്കളുടെയും വിശാഖിന്റെയും നോബിളിന്റെയും രേഷ്മയുടെയും ഓഡ്രിയുടെയും ആശാന്റെയും കരം ജനങ്ങളിലെ കരങ്ങളിലേക്ക് എത്തുമ്പോൾ എന്താണ്, വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് ഓഡിയൻസ് ടു ടേക്ക് അവേ ഫ്രം ദ തിയേറ്റർ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ ഓഡിയൻസിന് ഈ സിനിമ ഫീൽ ചെയ്യട്ടെ എന്നുള്ളതാണ്. നമുക്ക് ഈ സിനിമയുടെ മുകളിലൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ എപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ സിനിമ ആളുകൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് നമുക്ക് മുമ്പേ കൂട്ടി അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്ന തന്നെ ആൾക്കാർക്കും ഫീൽ ചെയ്യട്ടെ എന്നുള്ളൊരു. അല്ല, ഞാൻ മിസ് ചെയ്ത പോയി ഒരുപാട് പേരെയും ആക്ടേഴ്സ് ഉണ്ട്, ഞാൻ കണ്ടു. അതിൽ എല്ലാവരുടെയും മനോജ് ഉണ്ടല്ലേ, മനോജ് കെ ജയനുണ്ട്, പിന്നെ അതുമാതിരി ഷാജുനുണ്ട്,
പിന്നെ ജോണി ആന്റണി ഉണ്ട്. ഞാൻ കുറെ പേരുടെ പേര് ഞാൻ കണ്ടു, പക്ഷെ അവരുടെ പേര് ഞാൻ മുഴുവൻ പറഞ്ഞില്ല. വിഷ്ണു ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇതന്നെ ആവട്ടെ, ഈ കരം എല്ലാവരും സൂപ്പർ കരങ്ങളാവട്ടെ. അതെ. അപ്പൊ ഇനി നമ്മൾ അടുത്ത സിനിമയ്ക്ക് അടുത്ത ഇന്റർവ്യൂ ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ കാണുന്നതായിരിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു. താങ്ക് യു.